സോ ഹായ് വെൽക്കം ടു ദ ന്യൂ യൂട്യൂബ് വീഡിയോ. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് കാന്ത എന്ന സിനിമയുടെ ട്രെയിലറാണ്. ഇന്നലെ ആയിരുന്നു റിലീസായിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഞാൻ ഇന്നാണ് എൻ്റെ കണ്ണിൽ പെടുന്നത്. സോ അതൊരു തമിഴ് സിനിമയാണ്. ദുൽഖർ സൽമാനാണ് നായകൻ. ആൻഡ് അഫ്കോഴ്സ് ഇതിൽ റാണ രഘുപതി, അതുപോലെ തന്നെ ഭാഗ്യശ്രീ ബോസ്, സെൽവമണി സെൽവരാജൊക്കെ അഭിനയിക്കുന്നുണ്ട്. സോ ഈ സിനിമ റിട്ടേൺ ആൻഡ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് സെൽവമണി സെൽവരാജാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തേക്കുന്നത് റാണ ദഗുപതിയും ദുൽഖർ സൽമാനും കൂടിയിട്ടാണ്. പിന്നെ വേറെ രണ്ട് പ്രൊഡക്ഷൻ ആൾക്കാരും കൂടി ഉണ്ട്, പ്രശാന്ത് പൊട്ട്ലൂരി പിന്നെ ജോം വർഗീസ് പറഞ്ഞ ആൾക്കാർ. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് എന്നിട്ടുള്ളത് സ്പിരിറ്റ് മീഡിയയും വേഫാറർ ഫിലിംസ് ആണ്. സോ നമുക്ക് ട്രെയിലർ ഒന്ന് റിയാക്ട് ചെയ്യാം. ഓക്കെ, கதை எப்போ சொல்லணும்னு அந்த கதை தாண்டா முடிவு பண்ணும். மாடர்ன் ஸ்டுடியோ சொன்ன வச்சு படம் எடுக்க ஒத்துக்கிட்டான், ஒத்துக்க வச்சுட்டேன். நீ யாருன்றது அந்த உலகம் பார்க்க போகுது. സിനിമയുടെ ഉള്ളിൽ സിനിമ എന്നുള്ള രീതിയിലുള്ള കോൺസെപ്റ്റാണ്. அதுக்கு அடுத்து வந்த ஃபோன் கால், எவ்ரிதிங் சேஞ்ச். யாரு? உங்க சிஷ்ய புள்ள, நடிப்பு சக்கரவர்த்தி டி.கே. மகாதேவன். நான் எடுக்கிறேன் அந்த படத்தை, நீங்க ஒரு ஓரமா இருந்து பாருங்க. இந்த சினிமா தர பணம், பேர், புகழ் உன்னை கெடுக்குது. இந்த படம் ஏன் கிளைமேக்ஸோட நான் சொன்னபடி தான் ரிலீஸ் ஆகும். கட்டி வைத்த வேலையை காத்திருக்கட்டும் என்று உன்னோட உறவாடவர். எனக்கு ஒரு சந்தேகம், இங்கு எது அழகு என்று புரியவில்லை. அந்த நிலவா இல்லை உன் முகமா? பேசா மொழியே துயரத்தின் போது மட்டும்தான் கண்ணீர் வரும் என யார் சொன்னது? இது ஆனந்தத்தில் ஊற்று. ரொம்ப நல்லா நடிச்சீங்க. ஆறும் அமுதே ஆசை அழகே எப்பாடுபட்டாவது உன் கவனத்தை செதற விடாம நான் ஆசைப்பட்ட மாதிரி இந்த படத்தில் நடிச்சு கொடுப்பேன். சத்தியம் பண்ணி கொடு, குரு சத்தியம் பண்ணி கொடு. புரியாத முட்டாள் போல் தூங்கிவிட்டேன். நீர் ஒரு முட்டாள் தான். நடக்கிறது எல்லாம் நாடகம். ஐயா, இது உங்க படம், நான் நீங்க சொல்றதை தான் கேட்பேன். ஆக்ஷன். இனிமேல் இது உங்க சினிமா செட் இல்ல, என் போலீஸ் ஸ்டேஷன். மோகன் உன் சாவு என் கையில். இவன் நிஜமாவே பெரிய நடிகரா? என்ன விளையாடுறீங்களா? அவரை பார்த்தா விளையாடுற மாதிரி தெரியல. இந்த படம் இன்னைக்கு முடியணும்னா இவர் கிளம்பணும் இப்போ. அண்ணா யார்டா? உன்னை அழிக்கிறதுக்கு எனக்கு 5 நிமிஷம் போதும். ஊதித்தள்ள நான் ஒன்றும் மண் இல்லை, மலை. பொறுமையா இருக்க முடியாதா? என்னடா அங்குள், சில உண்மைகள் இருட்டதா இருக்கணும்ல. என்னை கொண்டு விடு, என்னை கொண்டு விடு, என்னை கொண்டு விடு, என்னை கொண்டு விடு. அண்ணா எல்லாம் ரெடி அண்ணா. கேமரா கிட்டவே, சரி. என் முகத்துக்கிட்ட. கேமரா க்ளோஸ். നവംബർ 14 കാന്ത റിലീസ് ആവുന്നത്. ആൻഡ് ലൈക്ക് ഫിലിം ഒരു പഴയ കാലഘട്ടത്ത് സംഭവിക്കുന്ന ഒരു ഫിലിമായിട്ടാണ് അവരെടുത്ത് വെച്ചേക്കുന്നത്. ലൈക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീൻസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കുറേ. ആൻഡ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ട്രെയിലറിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഡയറക്ടറും അതുപോലെ തന്നെ സിനിമയിൽ കോൺസിക്യൂട്ടീവായിട്ട് ഹിറ്റുകൾ നേടി വന്ന ഒരു ഹീറോയുടെയും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് പോലുള്ള ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇൻട്രൊഡക്ഷൻ ഷോർട്ടായിട്ട് ദുൽഖറിന്റെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിൽ ഒന്നുമില്ലാത്തടത്തുനിന്ന് വന്നിട്ട് കയറി വന്നതാണ്. ആൻഡ് ഐ തിങ്ക് എനിക്ക് ഉറപ്പല്ല, ഈ സിനിമയിൽ നടക്കുന്ന ഡയറക്ടറിൻ്റെയും അതുപോലെ തന്നെ ആക്ടറിൻ്റെയും ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് അപ്രോച്ച് അവർ ഉണ്ടാക്കുന്ന സിനിമയിലേക്ക് അവർ ഇൻപുട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് ഡയറക്ടറിന് ഇഷ്ടപ്പെടുന്നില്ല, ചില കാര്യങ്ങൾ ഹീറോക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ രീതിയിലാണ്
ആൻഡ് റാണ ദുഗ്ഗുപതിയുടെ ക്യാരക്ടർ ഐ തിങ്ക് ഒരു പോലീസുകാരൻ്റെ ആണെന്ന് തോന്നുന്നു, ബട്ട് ഐ എം നോട്ട് ഷുവർ. എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി, അങ്ങനെ റാണ അങ്ങോട്ടേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി, അവരുടെ സിനിമ സെറ്റ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് സെറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്. സോ അതിലേക്ക് വരണ പോലൊരു ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ ഇതില് ട്രെയിലറിൽ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് ലൈക്ക് അടിപൊളിയാണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് നൈസ്. പഴയ 90s കാലഘട്ടത്തിലേക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ടുപോകും. കാരണം തമിഴൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് ഭയങ്കര കടുകട്ടി തമിഴാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സബ് ടൈറ്റിൽസ് ഇട്ടിട്ടാണ് ഞാൻ കണ്ടത്, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിലുള്ള ഒരു സ്റ്റോറി പറയണേണ്, അതാണ് സംഭവം. സോ എന്തായാലും നവംബർ 14 നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ആൻഡ് ട്രെയിലറിന്റെ ഡ്യൂറേഷൻ ഒരു 3 മിനിറ്റ് ഉണ്ട്. അതായത് അറിയില്ല, കുറച്ച് നീണ്ടു പോയോ എന്നൊരു സംശയം. ബട്ട് അഫ്കോഴ്സ് ഇറ്റ്സ് പ്രോമിസിങ്. പിന്നെ ഇതിന് വേറെ എടുത്ത് പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുൽഖറിന്റെ ആ ഒരു ചിരി ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ചിരിക്കണ എന്റെ പൊന്നോ, ലൈക്ക് നടിപ്പിൻ നായകൻ എന്നൊക്കെ പറയണ പോലെ ആ സംഭവമാണ് അത് വെച്ചത്. സോ എന്തായാലും ഐ എം എക്സൈറ്റഡ് ടു സീ ദിസ് മൂവി. ലൈക്ക് അഫ്കോഴ്സ് ഇതിൽ വേറെ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ പറയണതല്ല എന്ന് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. ആൻഡ് ഇതില് മെയിൻലി ആക്ടിങ്ങിന് ലൈക്ക് ദുൽഖർ എന്തായാലും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് ട്രെയിലറിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ സിനിമയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഐ തിങ്ക് അത് കണ്ടന്നെ അറിയണം. സോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് നമ്മുടെ ദുൽഖർ ചൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് പ്രിറ്റി ഗുഡ് ആൻഡ് പ്രിറ്റി നൈസ്. ആ ലുക്ക് ആയാലും ആ വേഷങ്ങളായാലും ലൈക്ക് ഇറ്റ്സ് റിയലി പ്രിറ്റി നൈസ്. സോ കാന്തയുടെ ട്രെയിലറിൽ ഞാൻ ഒരു സംഭവം മിസ് ഔട്ട് ചെയ്തിരുന്നു. ലൈക്ക് അതിൻ്റെ ഹീറോയിൻ ഭാഗ്യശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരത്തിൻ്റെ ക്യാരക്ടർ അതിൽ കുമാരി എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് അതിൽ ഞാൻ മിസ് ഔട്ട് ആയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഡയറക്ടർ നടിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ആരുടെ സൈഡാണ് നിൽക്കുന്നത്, അവൻ്റെ സൈഡാണോ അത് എൻ്റെ സൈഡാണോ, എനിക്ക് വേണ്ടി അഭിനയിക്കണം, ആ രീതിയിലൊക്കെ ഉള്ള സംഭവമുണ്ട്. അപ്പോൾ അവിടെ ഹീറോയിനായിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ ഗെയിം കൂടി അവിടെ ഡയറക്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഹീറോ എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര എന്താ പറയുക, ഒരു പണവും പ്രശസ്തിയും ആയിട്ട് ലൈക്ക് ഭയങ്കര മുകളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള അഹങ്കാരവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഹീറോയ്ക്ക് ഒരു പ്രത്യേക തരം ഇഷ്ടമാണ് നായികയുടെ അടുത്തുള്ളത്. അപ്പോൾ ഇത് ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു ദുൽഖർ അഭിനയിച്ചിരിക്കുന്നത്? ചന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ആൻഡ് കുമാരി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഭാഗ്യശ്രീ ബോസ് അഭിനയിക്കുന്നത്. സോ അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ആദ്യമേ ഉണ്ട്. ലൈക്ക് ആ ഒരു ലവ് ഡെവലപ്പ് ചെയ്യണ സ്റ്റേജ്. ദെൻ ലൈക്ക് പുള്ളിക്കാരത്തിന്റെ മൈൻഡിൽ ഒരു ക്വസ്റ്റ്യൻ വരാണ്, ഇന്ന ആള് പണത്തിന്റെയും പ്രശസ്തിയുടെയും പുറകെ പോയി ചീത്തയായി, അല്ലെങ്കിൽ ആ പഴയ ഒരു വ്യക്തിത്വം പുള്ളിയുടെ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ഒരു പോർട്രേറ്റ് കാണിച്ചിട്ടുണ്ട്. ആൻഡ് വേറൊരു കാര്യം ഞാൻ മിസ് ഔട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ, അതായത് ഡയറക്ടറിന്റെ പേരെന്താ, നമ്മുടെ സമു തിരുകടി എന്ന് പറഞ്ഞ പുള്ളിയുടെ ക്യാരക്ടർ ഉണ്ട്, അയ്യ എന്ന് പറഞ്ഞിട്ട്, അയാളാണ് ഡയറക്ടർ. അപ്പോൾ പുള്ളിയുടെ ഡിസൈപ്പിൾ ആണ് ദുൽഖർ. അതായത് സ്റ്റുഡൻ്റ് ആണ്, ആക്ടിങ്ങിൽ പുള്ളിയുടെ കൂടെ യാത്ര ചെയ്ത് ആക്ടിങ് സ്കിൽസ് പഠിച്ച് അങ്ങനെ ആക്ടിങ് ആയതാണ്, അങ്ങനെ ഒരു നടനായതാണ്. സോ ഒരു ടീച്ചറും അതുപോലെ തന്നെ ആളുടെ ഡിസൈപ്പിൾ ആയിട്ടുള്ള ആളുടെ ഡിസൈപ്പിൾ എന്ന് വെച്ചാൽ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ പറ്റിയും ഇതിൽ ഡിപ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് ഈ കാര്യങ്ങൾ ഞാൻ മിസ് ഔട്ട് ചെയ്തിരുന്നു. സോ ഞാൻ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് പറയുകയാണ്, ഞാൻ ആഡ് ആക്കണം. ഓക്കെ, സോ നവംബർ 14 സിനിമ റിലീസ്. സോ പോയി കാണാം. ഓക്കെ, സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മീ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം.